അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3 വയസ്സുകാരിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ മാറ്റുന്നത്. കൊലക്കുറ്റം ചുമത്തിയ അമ്മ സന്ധ്യയെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ചോദ്യം ചെയ്യുക. ഇന്ന് തന്നെ സന്ധ്യയെ കോടതിയിലും ഹാജരാക്കും. ഇന്നലെയാണ് അംഗനവാടിയിൽ നിന്ന് തിരികെ കൊണ്ടുപോകുന്നതിനിടെ കല്യാണിയെ അമ്മ പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. സാനു കെ സജീവ് കൂടുതൽ വിവരങ്ങൾ നൽകും. സാനു, ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? കഴിഞ്ഞ 13 മണിക്കൂറായിട്ട് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ് കല്യാണിയുടെ അമ്മയായിട്ടുള്ള സന്ധ്യ. കഴിഞ്ഞ ദിവസമാണ് ഈ നാടിനെ നടുക്കിയിട്ടുള്ള ഈ ദാരുണ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഈ മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യമുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം ഉള്ള നടപടികളൊക്കെ ഇവിടെ പുരോഗമിക്കുകയാണ്. അതായത് ഇവർക്ക് മാനസികമായിട്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നറിഞ്ഞതിന് ശേഷമാണ് ഇവരെ ഭർത്തൃ വീട്ടിലേക്ക് കൊണ്ടുപോയതടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇന്നലെ വൈകിട്ട് ഈ കഴിഞ്ഞ 12 മണിക്കൂറായിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ തുടർന്ന സന്ധ്യയ്ക്ക് മറ്റൊരു വ്യത്യാസവുമില്ലാതെ ഇവിടെ തുടരുകയാണ്. അതായത് പോലീസുകാർ വാങ്ങി നൽകിയിട്ടുള്ള ഭക്ഷണം അടക്കം കഴിച്ചിട്ട് വളരെ സുഖകരമായിട്ട് ഇന്നലെ കിടന്നുറങ്ങി എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആലുവയിൽ നിന്നുള്ള ഡിവൈഎസ്പി എത്തിയതിന് ശേഷം അവരെ വിശദമായിട്ട് ചോദ്യം ചെയ്യുന്ന നടപടികൾ അടക്കം ഉണ്ടാകുമെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതേപോലെ തന്നെ ജുവനൈൽ പോലീസ്, അതായത് കൊച്ചു കുട്ടിയുടെ കൊലപാതകമായതിനാൽ ആ വിഷയത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതിന് വേണ്ടി ജുവനൈൽ പോലീസും ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. 2 വനിതാ ഉദ്യോഗസ്ഥർ അല്പം മുമ്പാണ് ഈ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ അമ്മയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ആലുവ വനിതാ പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് എത്തുമെന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ചികിത്സിച്ച ഡോക്ടർ ആരാണ് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു അന്വേഷണം ഉണ്ടാകും. ആ ഡോക്ടറെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന നടപടികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിട്ടുള്ള നീക്കവും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. എന്താണ് ഇവരുടെ അസുഖം, എന്ത് ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളതെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഡോക്ടറിൽ നിന്ന് ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ചെങ്ങമനാട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 13 മണിക്കൂറായിട്ട് ഇവർ ഈ പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. ഭാവവ്യത്യാസമൊന്നുമില്ലാതെ ഈ കൊലപാതകം ചെയ്തതിൽ ഒരു കുറ്റബോധവും ഇല്ലാതെ തന്നെയാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ തുടരുന്നത്. എന്തായാലും ഉച്ചയോടുകൂടി ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി ഇവിടുന്ന് കൊണ്ടുപോകുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിഞ്ഞതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും, നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. സാനു, അതോടൊപ്പം തന്നെ ഈ ബന്ധുക്കളുടെയും അയൽവാസികളുടെയും പ്രതികരണങ്ങൾ കൂടുതൽ എന്തെങ്കിലും ലഭ്യമാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ സന്ധ്യ ഇതിനു മുൻപും സമാനമായ ശ്രമങ്ങൾ നടത്തിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? എന്നാൽ തീർച്ചയായിട്ടും ഈ സംഭവത്തിന് ശേഷം ഈ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന്, അതായത് സന്ധ്യയുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ചില ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതായത് ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും പ്രധാനമായിട്ടും പറയുന്നത് ഈ സന്ധ്യ ഇതിനു മുമ്പും കുട്ടികളെ അപായപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നു, അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ള കാര്യമാണ് അവരുടെ കുടുംബത്തിൽ നിന്ന് ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സന്ധ്യയ്ക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനു മുൻപ് നേരിട്ടതായിരുന്നു ഈ സന്ധ്യയുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അവർ ആരോപണമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സന്ധ്യയുടെ കുടുംബം പ്രധാനമായിട്ടും പറയുന്നത് ഈ മകളെ, അതായത് മകൾക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മാനസിക പീഡനം ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, ഭർത്തൃഗൃഹത്തിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും 2 കുടുംബങ്ങളും ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി എന്താണ് ഇതിനുണ്ടായിട്ടുള്ള ചേതോവികാരം, അതായത് കുടുംബത്തിൽ നിന്നുണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളാണോ, കുടുംബത്തിലെ പ്രശ്നങ്ങളാണോ ഇത്തരം ഒരു ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ ആലുവ ഡിവൈഎസ്പി അടക്കമുള്ളവർ ഇവിടെ എത്തിയതിന് ശേഷം ഈ സന്ധ്യനെ കൂടുതൽ ചോദ്യം ചെയ്യുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ BNS 103(1) പ്രകാരമാണ്, വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുള്ളത്. അതിൻ്റെ നടപടികളും ഇവിടെ പുരോഗമിക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അതിനായും മൃതദേഹം മാറ്റുകയാണ്. കല്യാണിയെ അമ്മ സന്ധ്യ മുൻപും ഉപദ്രവിച്ചിരുന്നു എന്ന് തിരുവാണിയൂർ പഞ്ചായത്ത് അംഗം പറഞ്ഞിട്ടുണ്ട്. ജനം TVയോട് പ്രതികരിക്കവെയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന അവർ നടത്തുകയുണ്ടായത്. കുട്ടിയെ മറ്റാരും അധികമായി ലാളിക്കുന്നത് സന്ധ്യ ഇഷ്ടപ്പെടുന്നിരുന്നില്ല. സന്ധ്യയും ഭർത്താവ് സുഭാഷും തമ്മിൽ കാര്യമായ കുടുംബ പ്രശ്നമുള്ളതായി അറിയില്ല എന്നുകൂടി തിരുവണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CA പ്രകാശം, പഞ്ചായത്ത് അംഗം ബീന ജോസും ജനം TVയോട് പറഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇപ്പോൾ കിരൺ കുമാർ കൂടി ചേരുകയാണ്. കിരൺ, നേരത്തെ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു, ബന്ധുക്കളോടും അയൽവാസികളോടും സംസാരിച്ചിരുന്നു. നമുക്ക് കൂടുതലായി എന്തൊക്കെ മനസ്സിലാക്കാനാണ് കഴിയുന്നത്?
അനു, ഈ കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇതിൻ്റെ ഇനി മറ്റ് കാര്യങ്ങൾ, അതിൻ്റെ പേപ്പർ വർക്കുകൾ മാത്രമാണ് പൂർത്തീകരിക്കാനായിട്ട് ഉള്ളത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. ഇപ്പോൾ അങ്കമാലി താലൂക്ക് ആശുപത്രിയുടെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഈ നടപടികൾ കൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ മൃതദേഹം ഇവിടെ നിന്നും കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. കളമശ്ശേരിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ പിതാവിൻ്റെ വീടായിട്ടുള്ള തിരുവാങ്കുളത്തെ വീട്ടിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് എതിർപ്പുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ അങ്ങോട്ടായിരിക്കും മൃതദേഹം കൊണ്ടുപോകാൻ ആയിട്ടുള്ള സാധ്യതയുള്ളത്. ഏതായാലും പോലീസ് സർജൻ്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുന്നതിന് വേണ്ടിയാണ് കളമശ്ശേരിയിലേക്ക് തന്നെ മൃതദേഹം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അങ്കമാലിയിലെ താലൂക്ക് ആശുപത്രിയിൽ ആലുവ MLA ഒപ്പം തന്നെ അങ്കമാലി MLA അടക്കമുള്ള ആളുകളും എത്തിയിട്ടുണ്ട്. ഈ മറ്റ് നടപടികൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇൻക്വസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് നടപടികൾ കൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ മൃതദേഹം ഇവിടെ നിന്നും പുറത്ത് ഇറക്കുന്നതായിരിക്കും. അതേസമയം തന്നെ ഈ കുട്ടിയുടെ മരണകാരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഏത് തരത്തിലാണ് കുട്ടിയെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടിയുടെ അമ്മ സന്ധ്യക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നേരത്തെ ഇവരുടെ അമ്മയുടെ വീടിന് സമീപത്തുള്ള നാട്ടുകാരും ഒപ്പം തന്നെ അവരുടെ ബന്ധുക്കളും പറയുകയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇവർ പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ഈ ബന്ധുക്കൾ പറഞ്ഞത്. ഇത് മാത്രമാണോ ഇനി കൊലപാതകത്തിലേക്ക് കടക്കാനുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാവേണ്ടത്. ഏതായാലും സന്ധ്യയെ ഇപ്പോഴും പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെങ്ങമനാട് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് സന്ധ്യ ഉള്ളത്. ഇവിടെ ആലുവ DYSP അടക്കമുള്ള ആളുകളെത്തി ഈ ചോദ്യം ചെയ്യലിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. നേരത്തെ ഈ സന്ധ്യക്കെതിരായിട്ട് കൊലക്കുറ്റമടക്കം ചുമത്തിയിരുന്നു. ഏതായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടുകൂടി തന്നെ ഈ കൊലപാതകം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അനു, നേരത്തെ നമ്മളോട് പ്രതികരിക്കവേ സന്ധ്യയുടെ അമ്മയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. ഭർത്തൃ വീട്ടിൽ ഉപദ്രവങ്ങൾ ഏറ്റിരുന്നതായാണ് അമ്മ അല്ലി പറഞ്ഞത്. ഭർത്താവ് ഉപദ്രവിച്ചതായി പറഞ്ഞിട്ടുണ്ട്. കുട്ടിയെ കൊലപ്പെടുത്താൻ ഇത് കാരണമായോ എന്ന് പക്ഷേ അറിയില്ല. ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് സന്ധ്യ പറഞ്ഞതെന്ന് കൂടി അല്ലി ജനം TVയോട് പ്രതികരിച്ചു. അങ്ങോട്ട് ഇരുട്ടത്ത് കയറി വരാണ് 7 മണി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞങ്ങൾ പിള്ളേ എന്ത് ചെയ്യുക, കൊച്ചിനെ കൊണ്ടുവന്നാൽ കൊച്ചെന്തി എന്ന് ചോദിച്ചപ്പോൾ അവളൊന്നും പറയൂല. കൊച്ച് ഞാൻ ബസ്സിലുണ്ടായി കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് കയറി വന്ന് ഇവിടെ അകത്ത് ഇരിക്കാനുണ്ട്. എന്ത് ചെയ്ത കൊച്ചിൻ്റെ കാര്യം ചോദിച്ചാൽ പറഞ്ഞില്ല ഞങ്ങളോട്. പിന്നെ പോലീസുകാർ കുറച്ച് കഴിഞ്ഞ് പോലീസുകാർ വന്ന് അവരോടും പറയല്ല, എനിക്ക് ഓർമ്മയില്ലാന്ന്, എന്താണ് ചെയ്തതെന്ന് ഓർമ്മയില്ലാന്ന് പറഞ്ഞു. പിന്നെ അവർ അവൻ്റെ വീട്ടുകാർ, മരുമോൻ്റെ വീട്ടുകാർ അല്ല, മരുമോൻ പോലീസിൽ അറിയിച്ചിട്ട് പോലീസുകാരൊക്കെ വന്ന് കൊണ്ടാന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യനെ കൊണ്ടുപോയി. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചില്ല വഴിയിൽ വന്ന് ഇറങ്ങിയവള്. അപ്പോൾ അവിടെ മുഴുക്കുളത്തേക്ക് പോയി ആലുവയിൽ നിന്ന് മുഴുക്കുളത്ത് നിന്ന് ഇറങ്ങി ഇങ്ങനെ അവിടെ ക്യാമറയിൽ കണ്ട് കൊച്ചിനെ കൊണ്ട് അങ്ങനെ പോണതേ. അപ്പോൾ മനസ്സിലായി ഇവള്. അവിടെ ഓട്ടോറിക്ഷക്കാരൻ പറയുകയും ചെയ്തു. നടന്ന് വന്നാണ്ടെന്നാണ് പറഞ്ഞത്. കൊച്ചപ്പില്ല. അവൻ അത്ര ചർച്ചയിലല്ല. അവനും അതേ അമ്മയതേ, അവിടുത്തെ അമ്മ ഇവളോട് എപ്പോഴും ഇവിടെ പുറയിൽ നടക്കുമെന്ന് പറയണേ. ഈ അമ്മ എടുക്കണത് പോരാ, വഴക്കും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ശല്യം ഉള്ളൂ. അത് ഈ കൊച്ചിനെ കൊല്ലാൻ മാത്രം. പിന്നെ അവൻ തല്ലേം പിടിക്കുകയൊക്കെ ചെയ്യും. എന്തെങ്കിലും പറയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ജോലിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ദേഷ്യം കയറും. അപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും തർക്കുത്തരം പറയുമായിരിക്കും. അപ്പോഴാണ് ഈ തല്ലണവൻ തല്ലലും. പിന്നെ വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കലും പിടിക്കലും. അപ്പോൾ ഇങ്ങനെ തല്ലണേ എന്താണെന്ന് വെച്ചാൽ പറയും, ഞാൻ അങ്ങനെ തല്ലുവോ, ഞാൻ എൻ്റെ കൈ എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ബാക്കി ഉണ്ടാവുമോ എന്നൊക്കെ എന്നോട് ദിവസം പറഞ്ഞു. അങ്ങനെ പറയുന്നുള്ളൂ. ഇവിടെ എപ്പോഴും അടിക്കും, പല്ലുവേദനയാണ്. എന്നും അവർ പറയും ഞങ്ങളോട്, ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരണം ചെല്ലണം എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ അച്ഛൻ പറയും ഇവരുടെ സ്വഭാവം മാറൂല, ഇങ്ങനെ തന്നെയാണ്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ ഇവിടെ കുറ്റം പറഞ്ഞ് അത് കേട്ടുകൊണ്ട് പോകാനും എന്ന് പറഞ്ഞാൽ അച്ഛൻ അങ്ങനെ അധികം പോകാറില്ല. അവനും ഇവിടെ വരവ് കുറവാണ്, വരില്ല അവൻ. കല്യാണത്തിൻ്റെ ഇടയ്ക്കും പിന്നെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഉള്ളൂ. കൊച്ചിനെ അവനൊന്നും ചെയ്യില്ല. അവരാൾക്കാരും അമ്മയൊക്കെയാണ് വളർത്തണത്. സന്ധ്യ ഒന്നും ചെയ്യണ്ട, അവരാണൊക്കെ. അപ്പോൾ ഇവള് പറയാം എന്നെ കൊണ്ട് തൊടിക്കൂല, എല്ലാം അമ്മയാണ് ചെയ്യണേ. പിന്നെ പഠിപ്പിക്കാൻ നിൽക്കുമ്പോൾ വടിയെടുത്ത് തല്ല വലുതും ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ അവനോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവൻ തല്ലാൻ വരും ഇവിടെ. അതാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും അവരാണ് നോക്കണത്. കൊച്ചിനെ കൊല്ലാൻ മാത്രമുള്ള എനിക്കറിയാൻ പാടില്ല.